നിങ്ങൾ കൊടുക്കുന്ന ഒരു 10 രൂപയാണെങ്കിൽ പോലും അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു മാർഗത്തിലൂടെ അത് 100 നിങ്ങൾക്ക് കിട്ടും. അതിലൊരു സംശയമല്ല. അത് 100 നിങ്ങൾക്ക് കിട്ടും. അത് പടച്ച തമ്പുരാൻ തരുന്ന ഒരു ഓഫറാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വതക്ക ഒരു സമ്പത്തിനെയും ചുരുക്കുകയില്ല. കണ്ണട കേടുവന്നതുകൊണ്ട് പഴയ ഗ്ലാസ് എടുത്ത് വെച്ചതാണ്. ഇപ്പൊ ഇതും പൊലിക്കുന്നില്ല, അപ്പൊ റെഡിക്കിന് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. നിങ്ങളൊന്നും കരുതണ്ട കേട്ടോ. രണ്ടാമത് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വലാ തുദ്ലമു അബ്ദുൻ മദ്ലിമത്തുൻ സബറ അലൈഹാ ഇല്ലാ സാദഹുല്ലാഹു ഇസ്സാ. തന്നോട് അക്രമം ചെയ്ത ഒരു മനുഷ്യന് ഒരാൾ മാപ്പ് കൊടുത്ത് പൊരുത്തപ്പെട്ട് ക്ഷമിച്ചു കൊടുത്താൽ അതുകൊണ്ട് അവർക്ക് ഇസ്സത്തിനെ അല്ലാതെ അല്ലാഹു വർദ്ധിപ്പിക്കുകയില്ല. നമ്മൾ ഒരാൾ ഉപദ്രവിച്ചു, അത് ഇടപാടിലോ അല്ലെങ്കിൽ വാക്കിലോ പ്രവൃത്തിയിലോ ഏതെങ്കിലും രൂപത്തിൽ നമ്മളോട് ഒരാൾ ഒരു അക്രമം ചെയ്തു, ഒരു ഉപദ്രവം ചെയ്തു, നമുക്ക് അവന് തിരിച്ച് ചെയ്യാനുള്ള എല്ലാ കഴിവും പവറും നമുക്കുണ്ട്. ഇടപാടിൽ ചതിച്ചതാണ്, അതിലേറെ വലിയ ചതി തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിവുണ്ട്. ഇല്ലെങ്കിലോ നമ്മളടുത്ത് നമ്മൾ പറ്റിച്ചതിന്റെ 10 ഇരട്ടി തിരിച്ചവനെ പറ്റിക്കാൻ നമുക്ക് കഴിവുണ്ട്. അവന്റെ അടുത്ത് വാങ്ങാൻ നമുക്ക് കഴിവുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും സബറ, അവൻ ക്ഷമിച്ചു, അള്ളാന്റെ അടുത്തേക്ക് വിട്ടുകൊടുത്തു, അള്ളാന്റെ അടുക്കലേക്ക് വിട്ടുകൊടുത്തു, ക്ഷമിച്ചു. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇല്ലാ സാദഹുല്ലാഹു ഇസ്സാ. അതുകൊണ്ട് അവനിക്ക് അല്ലാഹു അഭിമാനത്തെ ഉയർത്തുകയല്ലാതെ ഉണ്ടാവുകയില്ല. എവിടെയാണോ ക്ഷമിക്കുന്നത്, ക്ഷമിക്കുന്നിടത്താണ് വിജയമുള്ളത്. എവിടെയാണോ മാപ്പ് കൊടുക്കുന്നത്, മാപ്പ് കൊടുക്കുന്നിടത്താണ് വിജയമുള്ളത്. അവരാണ് മഹാന്മാർ. പ്രതികാരം ചെയ്യുന്നവനല്ല ശക്തിമാൻ. അങ്ങനെ ചിന്തിക്കണ്ട. പ്രതികരിക്കുന്നവനല്ല, പ്രതികരിക്കാൻ കഴിവുണ്ടായിട്ടും മൗനം പാലിച്ച് ക്ഷമിച്ച് പിന്തിരിഞ്ഞ് നടക്കുന്നവനാണ് മല്ലൻ, അവനാണ് ശക്തിമാൻ. അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തിനെ അല്ലാതെ ഉയർത്തുകയില്ല. അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് മാപ്പ് കൊടുത്ത് ക്ഷമിച്ചത് കൊണ്ട് നമുക്ക് ഒരു കുറവും സംഭവിക്കാനില്ല. അതുകൊണ്ട് നമുക്ക് ഉയർച്ചയല്ലാതെ ഉന്നതിയല്ലാതെ ഉണ്ടാവില്ല. മൂന്നാമത് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വലാ ഫതഹ അബ്ദുൻ ബാബൽ മസ്അലതി. ഒരാൾ അധ്വാനിക്കാൻ കഴിവുണ്ട്, ശാരീരികമായി പ്രാപ്തിയുണ്ട്, അതല്ലെങ്കിൽ അവനെ കൊണ്ടാകാകുന്ന രൂപത്തിൽ അവനിക്ക് അധ്വാനിച്ചെടുക്കാൻ സമ്പാദിക്കാൻ കഴിവുണ്ടായിരിക്കെ ജനങ്ങളോട് യാചിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. യാചന ഇസ്ലാം ഏറ്റവും കൂടുതൽ നിരോധിച്ച ഒരു കാര്യമാണ്. ഒരു കഴിവും പ്രാപ്തി ഇല്ലാതെ ഇടങ്ങറായ ഒരു മനുഷ്യന് അയാൾക്ക് ഇതല്ലാതെ വേറൊരു വഴിയില്ല. കണ്ടറിഞ്ഞ് സഹായിക്കേണ്ടവർ അയാളെ സഹായിക്കുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ യാചിക്കാൻ ഇറങ്ങുന്ന മനുഷ്യനെ കുറിച്ചല്ല ഈ പറയുന്നത്. അധ്വാനിക്കാൻ നല്ല ശരീരമൊക്കെ ഉണ്ട്, അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ട്, അവന്റെ ആരോഗ്യം വെച്ചുകൊണ്ട് പറ്റാവുന്ന ജോലികളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അതിനൊന്നും നിൽക്കാതെ യാചന, ജനങ്ങളടുത്തുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങളിടയിലേക്ക് ഇറങ്ങുക, ഈ ഒരു സ്വഭാവം ഒരാൾ ഉണ്ടാക്കിയെടുത്താൽ യാചനയുടെ ബാബ് ഒരാൾ തുറന്നാൽ അവനിക്ക് ദാരിദ്ര്യത്തിന്റെ എല്ലാ വാതിലുകളും അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. യാചന കൊണ്ടൊരാളെ കഷ്ടപ്പാടും തീരൂല. ജനങ്ങളോട് യാചിച്ച് നടക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു കഷ്ടപ്പാടും അല്ലാഹു തീർക്കുകയില്ല. പകരം അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കുമെന്ന്. ഒന്നല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തിലൂടെ ദാരിദ്ര്യം അവൻ ഇങ്ങനെ താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി
മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അഫൂ നൽകുക, മാപ്പ് നൽകുക, പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിവുണ്ടായിട്ട്, പൊരുത്തപ്പെട്ട് പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായിട്ടും പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്നുള്ളത് അത് അല്ലാഹുവിന്റെ ഏറ്റവും മഹത്വമായി ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവമാണ്. ആ ഹദീസിലെ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് കാണാം, വമാ തവാദ അഹദുൻ ലില്ലാഹ് ഇല്ലാ റഫഅഹുല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾക്ക് സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കാനുണ്ട്, പക്ഷേ അവൻ അതുകൊണ്ട് അഹങ്കരിക്കുന്നില്ല, അവൻ വിനയം കാണിക്കുകയാണ്. അതല്ലെങ്കിൽ ഒരാൾക്ക് മറ്റുള്ള രൂപത്തിൽ അഹങ്കരിക്കാൻ അവനുണ്ട്, പക്ഷെ അവൻ അഹങ്കരിക്കുന്നില്ല, അവൻ വിനയം കാണിക്കുകയാണ്. തവാദുആണ്, നല്ല വിനയാന്വിതനായ മനുഷ്യനാണ്. ലാ റഫഅഹുല്ലാഹ്, അവൻ ഇപ്പോഴുള്ള സ്റ്റേജിൽ നിന്ന് അതിനേക്കാൾ ഉയർന്ന സ്റ്റേജിലേക്ക് അവൻ അല്ലാഹു ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ഉണ്ട്, നല്ല മുതലുണ്ട്, നല്ല തറവാടുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല വാഹനമുണ്ട്, എല്ലാ പവറുണ്ട്, ഇനി വേണമെങ്കിൽ പൊളിറ്റിക്കൽ പവർ അതുണ്ട്, എല്ലാം ഉണ്ട്. അവനിക്ക് അഹങ്കാരി മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോ അഹങ്കരിക്കാനുള്ള എല്ലാം അവന്റെ കയ്യിലുണ്ട്, എന്നിട്ടും അവൻ അഹങ്കരിക്കുന്നില്ല. അവൻ വിനയാന്വിതനാണോ? അവൻ അല്ലാഹു ദുനിയാവിലായാലും ആഖിറത്തിലായാലും അല്ലാഹു ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നമ്മളോട് അക്രമം ചെയ്ത ആളുകൾക്ക്, നമ്മെ ഉപദ്രവിച്ച ആളുകൾക്ക്, നമ്മളോട് ചതി ചെയ്ത ആളുകൾക്ക്, നമ്മളോട് വഞ്ചന ചെയ്ത ആളുകൾക്ക് നമ്മളെ പൊരുത്തപ്പെട്ടുകൊടുത്താൽ, നമ്മൾ മാപ്പ് നൽകിയാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് മാപ്പ് നൽകുക, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക, അവരോട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരുമെന്ന്. നമ്മൾ ചെയ്ത പാപങ്ങളുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന അപരാധങ്ങളെ, മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന ഉപദ്രവങ്ങളെ, മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന അക്രമങ്ങളെ നമ്മൾ മാപ്പ് നൽകിയാൽ, പൊരുത്തപ്പെട്ടു കൊടുത്താൽ, ഗഫാറായ പടച്ച തമ്പുരാൻ നമ്മൾ ചെയ്യുന്ന സർവാപരാധങ്ങളും നമ്മൾ ചെയ്യുന്ന എല്ലാ അക്രമങ്ങളും അല്ലാഹു പുറത്തു തരുന്നതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് പാവപ്പെട്ട സ്വഹാബികളുടെ ചെലവേറ്റെടുത്ത് നടന്നിരുന്ന മഹാനാണ്. മദീനയിലുള്ള ഒരുപാട് പാവപ്പെട്ട സ്വഹാബികളുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തിട്ട് അവരെ മുഴുവൻ ചെലവും വഹിച്ചുകൊണ്ട് അവരെ നോക്കി നടന്നിരുന്ന ആളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ മകളാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ. മുനാഫിഖീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഒരു അവസരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ട് ആരോപണം നടത്തിയല്ലോ. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാമിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ആയിഷ റളിയല്ലാഹു അൻഹയും പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അവർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തിറങ്ങി. ആ വിശ്രമത്തിനിടയിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ മാല നഷ്ടപ്പെട്ടു പോയതറിയുന്നത്. ആയിഷ ബീവി ഒട്ടകക്കട്ടിലിൽ നിന്നിറങ്ങി സ്വഹാബികളും മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിലാണ്. ആയിഷ ബീവി കുറച്ചു ദൂരം നടന്നു നോക്കി, മാല എവിടെയെങ്കിലും വീണിട്ടുണ്ടോ എന്ന്. നടന്ന് വഴി തെറ്റിപ്പോയി ആയിഷ റളിയല്ലാഹു അൻഹക്ക്. ആയിഷ ബീവി ആവട്ടെ വളരെ തടി കുറഞ്ഞ, മെലിഞ്ഞ, ഭാരം കുറഞ്ഞ സ്ത്രീയാണ്. യാതൊരു വിശ്രമം അവസാനിപ്പിച്ചു. സഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നടന്ന് യാത്ര ആരംഭിച്ചു. പുന്നാര റസൂലുള്ളാഹി വിചാരിച്ചു ഒട്ടക
കട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹയുണ്ടെന്ന്. പക്ഷേ ആയിഷ ബീവി ഉണ്ടായിരുന്നില്ല. അതറിയാതെ അവർ യാത്ര പുറപ്പെട്ടു. എല്ലാ യാത്ര സംഘത്തിന്റെ ഏറ്റവും മുന്നിൽ റസൂലുള്ളാഹി ഒരു സ്വഹാബിയെ പറഞ്ഞയക്കും. ഏറ്റവും ബാക്കിൽ ഒരു സ്വഹാബിയോട് വരാൻ പറയും. ആരെങ്കിലും വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും വല്ല സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യാത്രാ സംഘത്തിന്റെ ഏറ്റവും ബാക്കിൽ ഒരാളോട് വരാൻ പറയും. ആയിഷ റളിയല്ലാഹു അൻഹ ഒരുപാട് ദൂരം നടന്നു പോയി, വഴിതെറ്റിപ്പോയി. പിന്നെ എങ്ങനെയൊക്കെയോ തിരിച്ച് വിശ്രമ സ്ഥലത്തെത്തിയപ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ കൂട്ടാതെ സ്വഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും യാത്ര പുറപ്പെട്ടിരുന്നു. ചരിത്രം വളരെ വിശാലമാണ്. അവസാനം ആയിഷ റളിയല്ലാഹു അൻഹ ആ വഴിയിൽ തന്നെ കാത്തുനിന്നു. പിന്നാലെ വരുന്ന സ്വഹാബിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ സ്വഹാബി ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടെത്തി. ഒട്ടകക്കട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ ഇരുത്തി. ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോടൊന്നും മിണ്ടാതെ സംസാരിക്കാതെ മുഖത്തേക്ക് നോക്കാതെ ആ സ്വഹാബി ഒട്ടകത്തിന്റെ കയറും പിടിച്ചിട്ട് മദീനയിലേക്ക് വന്നു. പക്ഷേ മദീനയിലെ വാർത്ത വരുന്നു, ആയിഷ ഒളിച്ചോടി പോയി എന്ന്. പിന്നാലെ വരുന്ന സ്വഹാബിയുടെ കൂടെ ആയിഷ ഒളിച്ചോടി പോയി എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യാണ് ആ വാർത്ത പരത്തിയത്. മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ശപിച്ച വ്യക്തിയാണ്. പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ. ആ വാർത്ത പരന്നു. ഈ സമയം അത്വാദ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന സ്വഹാബിയാണ്. അത്വാദ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വിവരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ആയിഷ ബീവിയെ കുറിച്ച് അത്വാദ എന്തൊക്കെയോ പറഞ്ഞു പരത്തി. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ പറഞ്ഞത് ശരിയാണെന്ന് അത്വാദ ആരോടൊക്കെയോ പറഞ്ഞു. തീയില്ലാതെ പുകയുണ്ടാകുമോ എന്ന് പറഞ്ഞു. ശരിയാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഈ വിവരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. തന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന, തന്റെ ചെലവിൽ ജീവിക്കുന്ന അത്വാദ തന്റെ മകളെ കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇനി ഒരിക്കലും അത്വാദക്ക് ഞാൻ ചെലവ് കൊടുക്കില്ല. അത്വാദയുടെ ഒരു സംരക്ഷണവും ഇനി ഞാൻ ഏറ്റെടുക്കുകയില്ല. എന്റെ സംരക്ഷണത്തിൽ നിന്ന്, എന്റെ ചെലവിൽ നിന്ന് ഞാൻ അത്വാദയെ മാറ്റി വെച്ചിരിക്കുന്നു. ഇതങ്ങ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ നസലൽ അമീൻ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. സൂറത്തുൻ നൂറിന്റെ 24-ാമത്തെ ആയത്ത് ഓതുകയാണ്. വലാ യദ്രി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുതൂ ഉലുൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്ന ആളുകൾക്ക്, പാവപ്പെട്ട ഫക്കീറന്മാർക്ക്, പാവപ്പെട്ട മിസ്കീന്മാർക്ക്, അതുപോലെ നിങ്ങളുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരിൽ നിന്ന് അപരാധങ്ങൾ സംഭവിച്ചു പോയാലും അവർക്ക് ഇനി ചെലവ് കൊടുക്കില്ല, അവരെ ചെലവ് നോക്കൂല, അവരെ സംരക്ഷണം ഏറ്റെടുക്കുകയില്ല എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറയല്ല. അവരെടുക്കുന്ന വല്ല തെറ്റുകൾ സംഭവിച്ചു പോയാലും, വീഴ്ചകൾ സംഭവിച്ചു പോയാൽ അവർ മാപ്പ് നൽകട്ടെ, വിട്ടുവീഴ്ച ചെയ്യട്ടെ. നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു ഗഫൂറുർ റഹീമാണ്. ഈ പരിശുദ്ധമായ ഖുർആൻ ആയത്ത് ഇറങ്ങുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലായി ഇറങ്ങിയത്. അത്വാദയ്ക്ക് ഞാൻ ചെലവ് കൊടുക്കില്ല, അത്വാദയുടെ സംരക്ഷണത്തിന് ഞാൻ ഏറ്റെടുക്കൂല എന്നങ്ങ് പറഞ്ഞപ്പോ നബിയേ, അവരങ്ങനെ പറയരുതേ, ഒരു സംരക്ഷണവും മുടക്കരുതേ. അവർ മാപ്പ് കൊടുക്കട്ടെ, അവരോട് ക്ഷമിക്കട്ടെ. ക്ഷമിക്കുന്നവരുടെ ദോഷം പുറത്തു കൊടുക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല
ഇല്ലയോ? വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നവരാണ്, അവരോട് അല്ലാഹു കരുണ ചെയ്യുന്നവരാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോ قال أبو بكر الصديق رضي الله عنه പറയുകയാണ്, ബലാ വല്ലാഹി യാ റബ്ബനാ ഇന്നാ ലനുഹിബ്ബു അൻ തഗ്ഫിറ ലനാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വിളിച്ചു പറയുകയാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ബലാ വല്ലാഹി യാ റബ്ബനാ, അതെ അല്ലാഹുവാണ് സത്യം, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ഇന്നാ ലനുഹിബ്ബു അൻ തഗ്ഫിറ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തരലിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു അല്ലാഹ്. ഞാൻ അതാദയുടെ ചെലവ് വീണ്ടും ഏറ്റെടുക്കുന്നു അല്ലാഹ്. എന്റെ മരണം വരെ അതാദയുടെ എന്നല്ല, എന്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ഒരു ചെലവും ഞാൻ ഇനി മുടക്കുകയില്ല അല്ലാഹ്. ഒരാളുടെ ഒരു സംരക്ഷണവും ഞാൻ ഒഴിവാക്കുകയില്ല അല്ലാഹ്. സ്വന്തം മകളെ കുറിച്ച്, അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീനായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് സ്വന്തം ചെലവിൽ ജീവിക്കുന്ന മനുഷ്യന് അപവാദം പറഞ്ഞപ്പോ ആ മനുഷ്യന് മാപ്പ് കൊടുത്തിട്ട് ഇനി എന്റെ മരണം വരെ പാതയുടെ ഒരു ചെലവ് ഞാൻ മുടക്കുകയില്ല എന്ന് പറഞ്ഞ സയ്യിദുനാ അബൂബക്കറിനെ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ ആദ്യം എന്റെ നഫ്സിനോടാ പറയുന്നത്, ശേഷം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മാനുഷികമായി സാമൂഹികമായി ജീവിക്കുന്നവരാണ്. പല ഉമ്മയുടെയും പല വാപ്പയുടെയും മക്കളാണ്. മണ്ണിന് പല സ്വഭാവമുള്ളതുപോലെ മണ്ണിൽ നിന്ന് പടച്ച മനുഷ്യനും പല സ്വഭാവക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, അതല്ലെങ്കിൽ നമ്മുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്നവർ, അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാര്, അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ സഹോദരന്മാർ, നമ്മളോട് ബന്ധപ്പെട്ട ആളുകള് ചെറുതോ വലുതോ ആയ രൂപത്തിൽ നമ്മളോട് തെറ്റ് ചെയ്തേക്കാം, നമ്മളോട് അക്രമം ചെയ്തേക്കാം, അനീതി ചെയ്തേക്കാം, അന്യായമായി പെരുമാറിയേക്കാം. അവരോട് പ്രതികാരം ചെയ്യാൻ, അവരെ മാറ്റി നിർത്താൻ, ഇനി നമ്മളെ കൂട്ടത്തിൽ അവരെ ഒഴിവാക്കി നിർത്താൻ നമുക്ക് ആവതുണ്ട്, കഴിവുണ്ട്. എന്നിരുന്നാലും അവർക്ക് മാപ്പ് കൊടുക്കാൻ, അവരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയുമോ? അതുകൊണ്ട് ദുനിയാവിലും അല്ലാഹു ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് നമ്മളെ ഉയർത്തുന്നതാണ്. അത് അല്ലാഹുവിന്റെ സിഫത്തുകളിൽ പെട്ടതാണ്. അത് മുഴുവൻ പ്രവാചകന്മാരുടെ സ്വഭാവമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും മഹത്വമായ സ്വഭാവമാണ്. അല്ലാഹു ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവർക്ക് നമ്മൾ പുറത്തു കൊടുത്ത യജമാനായ പടച്ചറപ്പ് നമുക്ക് പുറത്തു തരും. മറ്റുള്ളവരോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ ഖാലിഖായ പടച്ചറപ്പ് നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വെള്ളിയാഴ്ചയും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്ന ക്ലാസ് ഇന്ന് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഉണ്ടായിരിക്കും. മഹാനായ സുൽത്താൻ ആരിഫീൻ ശൈഖ് റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം. സാധിക്കുന്ന ആളുകളൊക്കെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഇൻഷാ അല്ലാഹ് നാളെ ഇശാ നിസ്കാരത്തിന് ശേഷം നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് മജ്‌ലിസിനോട് നടക്കുന്നുണ്ട്. വീടുകളിൽ വിവരം അറിയിക്കുകയും സാധിക്കുന്ന മുഴുവൻ ആളുകളും ആ മജ്‌ലിസിനോട് ആത്മീയമായ സദസ്സിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഫത്ഹ് പള്ളിയിൽ